ഹലോ. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി ആൻഡ് വുഡ്സ് ഡിസ്പാച്ച് 1854, which is considered as a turning point in Indian education. My name is Anushree Jairaj. I'm from the English option. ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ആരാണ് ഓറിയന്റൽസ്, ആരാണ് ഓക്സിഡന്റൽസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവർ രണ്ട് ഗ്രൂപ്പ് തമ്മിലാണ് ആ കോൺട്രവേഴ്സി ഉള്ളത്. അപ്പോൾ ഇതാരൊക്കെയാണ്? ഓറിയന്റലിസ്റ്റ് ആരാന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യൻ ക്ലാസിക്കൽ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തൊരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അവർ കൂടുതലും അറബിക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷണൽ നോളജിന് ഫോക്കസ് ചെയ്യാനാണ് ഓറിയന്റലിസ്റ്റ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആംഗ്ലിസിസ്റ്റ് അല്ലെങ്കിൽ ഓക്സിഡന്റലിസ്റ്റ് അവർ കൂടുതലും സപ്പോർട്ട് ചെയ്തത് വെസ്റ്റേൺ അഥവാ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെയാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അവരുടെ ഫോക്കസ് പോലും ഉണ്ടായിരുന്നത് മോഡേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ സയൻസ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു. ഇവർ തമ്മിലുള്ള കോൺട്രവേഴ്സി എന്താണ്? ഏത് ഭാഷയിൽ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി ഓൾമോസ്റ്റ് ഒരു 1813 മുതൽ ഒരു 1835 വരെയാണ് ഈ കോൺട്രവേഴ്സി നിലനിന്നത്. ഈ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്ന ലോർഡ് വില്യം ബെൻറ്റിക് ഒരു കമ്മിറ്റീനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ചാർട്ടർ ആക്ട് ഓഫ് 1813 ഒരു ഗ്രാൻഡ് അവർ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു 1,00,000 റുപ്പീസിനെ എങ്ങനെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ തീരുമാനിക്കാനാണ് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിൽ തോമസ് ബാബിങ്ടൺ മാക്കലെ ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ, ഈ കമ്മിറ്റീൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെയാണ് 1835 മിനിറ്റ്സ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ, അത് മെക്കോളൻ്റെ ആണ്. ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു 1835 ആകുമ്പോഴാണ് ലോർഡ് മെക്കോളിൻ്റെ മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ മിനിറ്റ്സ് കൂടുതലും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് വന്നതോടുകൂടി ഈ കോൺട്രവേഴ്സി പീക്കാവുകയാണ്. അത് സംഭവിക്കുന്നത് ഒരു 1835 ഒക്കെ ആകുമ്പോഴാണ്. അതിനുശേഷം 1835 തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ദെൻ പാസ് ദി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835. അത് ഫേവർ ചെയ്തത് കൂടുതൽ ആംഗ്ലിസിസ്റ്റ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1835 അങ്ങനെ ഒരു ആക്ട് റിലീസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835? ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ മെക്കോളസ് മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ 1835. They argued that English should be the medium of instruction in India. Also, it rejected the Orientalist view that promoted Sanskrit, Arabic, and Persian learning. The act also sought to create a class of Indians who could act as interpreters between the British and the masses. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇന്ത്യൻസിനെ ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണ്? ബ്രിട്ടീഷേഴ്സിനെ അഡ്മിനിസ്ട്രേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോർ പോയിന്റ് ഇതിൽ. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 20 വർഷത്തോളം, ശരിക്കും പറഞ്ഞാൽ ഒരു 19 വർഷത്തിന് ശേഷമാണ് ഇതിലൊരു വ്യത്യാസം വരുന്നത്. അവിടെയാണ് നമ്മുടെ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ റെലവൻസ് വരുന്നത്. ഇനി വീണ്ടും ആ കോൺട്രവേഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഔട്ട്കം? ഒന്നാമത്തെ കാര്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു പ്രയോറിറ്റൈസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അത് നമ്മൾ ഈ എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835 പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ദേ ഡിക്ലൈൻ ദ സ്റ്റേറ്റ് പാട്രണേജ് ടു ട്രഡീഷണൽ ലേണിംഗ്, അതിൻ്റെ സപ്പോർട്ട് എല്ലാം എടുത്തു മാറ്റി. പിന്നെ ദ ക്രിയേഷൻ ഓഫ് എൻ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് എലീറ്റ് ക്ലാസ്, എഡ്യൂക്കേഷൻ ടു ദ എലീറ്റ് ക്ലാസ്സസിനാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. വുഡ്സ് ഡിസ്പാച്ച് 1854 ആ ഒരു ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുൻപ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. എന്താണ് ഇപ്പോൾ ആ വുഡ്സ് ഡിസ്പാച്ച് വരുന്ന സമയത്തുള്ള ഒരു ഇന്ത്യയിലെ അവസ്ഥ എന്ന് വെച്ചാൽ, ചാർട്ടർ ആക്ട് 1813 ചാർട്ടർ ആക്ട്, ആ ചാർട്ടർ ആക്റ്റാണ് ഒരു ഫണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1,00,000 റുപ്പീസാണ് അന്ന് അവർ അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു അലോക്കേഷൻ വന്നേക്കുന്ന ഒരു സമയമാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813. അതിനുശേഷമാണ് 1835 മെക്കോളിൻ്റെ മിനിറ്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തിട്ട് വരുന്നു. ഇപ്പോഴും അവിടെ നിൽക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് സ്റ്റിൽ എ കോൺഫ്ലിക്റ്റിംഗ് വ്യൂ അബൌട്ട് ദ മീഡിയം ആൻഡ് ദ കോണ്ടന്റ് ഓഫ് എഡ്യൂക്കേഷൻ. അതിപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് വ്യൂ ആണ്. ഇത് എപ്പോഴും ഡെഫിനറ്റ് അല്ല, ഇപ്പോഴും ഒരു കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. വുഡ്സ് ഡിസ്പാച്ച് 1854 വന്നിട്ടുള്ള വുഡ്സ് ഡിസ്പാച്ച് എന്തായിരുന്നു? അങ്ങനെ ഒരു ഡിസ്പാച്ചിൻ്റെ ഒരു ആവശ്യം.
ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആക്ച്വലി വാണ്ടഡ് ടു ഓർഗനൈസ് ആൻഡ് ഇംപ്രൂവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. കാരണം അതുവരെ അവർക്കൊരു ക്ലിയർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള പോളിസി ഒന്നും എഡ്യൂക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ മുൻപേയും പല ചാർട്ടർ വന്നു. ഫോർ എക്സാമ്പിൾ ചാർട്ടർ ആക്ട് ഓഫ് 1813 വന്നു, മിനിറ്റ്സ് വന്നു, എഡ്യൂക്കേഷൻ ആക്ട് വന്നു 1835. ഇതിനെല്ലാം ഒരു ലിമിറ്റഡ് സക്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പലപ്പോഴും എഡ്യൂക്കേഷൻ എപ്പോഴും ഹെൽപ്പ് ചെയ്തത് ഒരു അപ്പർ ക്ലാസ്സസിനെയാണ്. ഒരു മാസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാസ് എഡ്യൂക്കേഷൻ പലപ്പോഴും നെഗ്ലക്റ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഉള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇതിനൊരു സിസ്റ്റം വേണമെന്നും സോളിഡ് ആയിട്ടുള്ള കുറേ രീതികൾ വേണമെന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയും വുഡ്സ് ഡിസ്പാച്ചിലോട്ട് പതുക്കെ നമ്മൾ ഇന്നെത്തുകയും ചെയ്യുന്നത്. ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തത് സർ ചാൾസ് വുഡ് ആണ്. And he was the president of the board of control, and the same document was issued to the governor general of India in 1854. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ വുഡ്സ് ഡിസ്പാച്ച് ആയിട്ട് അതിന് റിലേറ്റ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇറ്റ് ഈസ് നോൺ ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഒരുപാട് റെക്കമെൻഡേഷൻസ് ഈ വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നുണ്ട്. അതിലത്തെ ചില കാര്യങ്ങളാണ് എല്ലാ പ്രോവിൻസിലും ഈച്ച് പ്രോവിൻസിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നുള്ള സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റീസ് വരണമെന്നും അതിൻ്റെ ഒപ്പം തന്നെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്യണമെന്നൊക്കെ അതിൽ പറയുന്നുണ്ട് വുഡ്സ് ഡിസ്പാച്ചിൽ. ഇതിൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പ്രൈവറ്റ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡിനേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു മാസസിന് എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷന് വെർനാക്കുലർ ലാംഗ്വേജിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടണമെന്നും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷന് ഇംഗ്ലീഷ് യൂസ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നത്. Now let's see the main educational provisions of the Woods Dispatch of 1854. First one, it says the British government should take direct responsibility of education in India. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ വീണ്ടും വരുന്നത് ഇംഗ്ലീഷ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ഇരുന്നാലും ഓരോ സ്ഥലത്തെ വെർനാക്കുലർ ലാംഗ്വേജിന് ആവശ്യമായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കണം എന്നും പറയുന്നുണ്ട്. മൂന്നാമത്തതാണ് ദ എയിം ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഷുഡ് ബി ഇംപാർട്ടിംഗ് ഓഫ് വെസ്റ്റേൺ നോളജ് ആൻഡ് ഇറ്റ്സ് മെറ്റീരിയൽ ബ്ലെസ്സിംഗ്, പ്രൊമോഷൻ ഓഫ് ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ ക്യാരക്ടർ, സപ്ലൈ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിത്ത് റിലയബിൾ ആൻഡ് കേപ്പബിൾ പബ്ലിക് സർവൻസ്. ഇതിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം പോയിൻ്റാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരു കൂട്ടം ഇന്ത്യൻസിനെ ക്രിയേറ്റ് ചെയ്യുക, ബ്രിട്ടീഷേഴ്സിന് അഡ്മിനിസ്ട്രേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മിഡിൽ മാൻ ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ പറയുന്നത് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എവറി പ്രോവിൻസ് വിത്ത് എ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ അലോങ് വിത്ത് ഇൻസ്പെക്ടേഴ്സ് ഓഫ് സ്കൂൾസ് ഫോർ effective supervision and administration. Emphasis should be given to the spread of mass education by opening more schools. അതുപോലെ തന്നെ കാൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നീ സ്ഥലങ്ങളിലെല്ലാം യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ പ്രൈമറി സ്കൂൾ, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി എന്നുള്ള ഈ കോൺസെപ്റ്റുകളല്ല ഈ ഗ്രേഡഡ് സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് റെക്കമെൻഡ് ചെയ്യുക. അതെല്ലാം വേണമെന്ന് പറയുന്നുണ്ട് വുഡ്സ് ഡിസ്പാച്ചിൽ. പിന്നെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേണം, പ്രൈവറ്റ്ലി മാനേജ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഒരു ഗ്രാൻഡിനേറ്റ് സിസ്റ്റം കൊടുക്കണം, വിമൻ എഡ്യൂക്കേഷൻ നടപ്പാക്കണം, വെർനാക്കുലർ സ്കൂൾസിന് ആവശ്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം, ഇൻഡിജീനസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ തനതായിട്ടുള്ള സ്കൂളുകൾക്ക് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നത്. ഇവിടെ പറയേണ്ട ഒരു പോയിൻ്റാണ് 1835 കേട്ടോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 1835 ലോർഡ് മെക്കോളിൻ്റെ മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷനിൽ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ഐഡിയ ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ഫസ്റ്റ് ബി ഗിവൻ ടു ദ അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്സസ് ഹു വുഡ് ദെൻ ഫിൽറ്റർ നോളജ് ഡൗൺ ടു ദ മാസസ്. ഈ ഒരു കോൺസെപ്റ്റിനെ റിജക്റ്റ് ചെയ്യുകയാണ് വുഡ്സ് ഡിസ്പാച്ച് 1854 ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് വാട്ട് ഈസ് പ്രപ്പോസ്ഡ് ഇസ് it emphasized mass education, promoting primary education for the common people along with higher education. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ക്രിറ്റിസിസവും വുഡ്സ് ഡിസ്പാച്ചിന് വന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഇറ്റ് ഈസ് ടു തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ആംബിഷ്യസ് എന്ന് പറയുന്ന ഒരു കാര്യം. അത് റിയലിസ്റ്റിക് അല്ലാത്ത സ്ട്രാറ്റജി ഉപയോഗിച്ചു എന്നും
ആഡിക്വേറ്റ് ഫണ്ടൊന്നും അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനില്ല എന്നുള്ളതൊക്കെയാണ് അവരത് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ പല റെക്കമെൻഡേഷനും വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങിക്കൂടി എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചറിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്തു എന്നാണ് പറയുന്ന മറ്റൊരു കാര്യം. വെസ്റ്റേൺ നോളജിനും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും കൂടുതൽ പ്രൊമോഷൻ കൊടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരു കൾച്ചറൽ ഗ്യാപ്പ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസും അതുപോലെ തന്നെ മാസസിൻ്റെ ഇടയിൽ ഒരു കൾച്ചറൽ ഗ്യാപ്പ് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ക്രിറ്റിസിസത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം, ലിമിറ്റഡ് ഫോക്കസ് ഓൺ പ്രൈമറി എഡ്യൂക്കേഷൻ. അതെല്ലാം ഈ പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നോക്കേണ്ട ഒരു കാര്യം, ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റം. പലപ്പോഴും ഈ ഒരു ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് പലപ്പോഴും സപ്പോർട്ട് ചെയ്തത് മിഷനറി അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളുകളെയാണ്. ഒരു പബ്ലിക് സ്കൂളുകളെ അധികം ആ ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫേവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു നെഗ്ലെക്റ്റ്. ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു നെഗ്ലെക്റ്റ് എന്താണ് കാരണം? നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് പ്രോഗ്രസ്സിന് അത്രയും ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചറൽ ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ്ങിലൊന്നും വേണ്ടത്തക്ക പരിഗണന കിട്ടിയില്ല എന്നുള്ളതാണ് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിൽ. അതൊരു കാരണം, അതൊരു ക്രിറ്റിസിസത്തിൻ്റെ ഒരു ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ആൻഡ് ബ്യൂറോക്രാറ്റിക് കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ പ്രൊവിൻസിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ വേണം, അതിലൊരു ഹെഡ് വേണം എന്നുള്ള ഒരു കാര്യമല്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഒന്നും കൂടിയും റിജിഡായിട്ട്, ഗവൺമെൻറ് കൺട്രോളൊക്കെ ഒരുപാട് റിജിഡായി മാറി. അതുകൊണ്ട് തന്നെ അതൊരു ലോക്കൽ പാർട്ടിസിപ്പേഷൻ അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഒരുപാട് റെഡ്യൂസായി. അതും ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വിമൻസ് എഡ്യൂക്കേഷൻ വെറും വാക്കിലായി മാറി എന്നാണ് പറയുന്നത്. അതിനൊരു സോളിഡ് പ്ലാൻ ഇല്ല, അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്, അത് ഒരു കോൺസെപ്റ്റ് എന്താണ്, ഞാനത് ചുരുക്കി പറയാം. അത് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും സമൂഹത്തിൻ്റെ ഉന്നത തലത്തിൽ നിൽക്കുന്ന എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത് അവരിലും താഴ്ന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മറ്റ് മാസസിനെ അവർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്നുള്ളതല്ല. അത് വുഡ്സ് ഡിസ്പാച്ച് അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം വാക്കിൽ മാത്രമായി എന്നാണ് അവർ പറയുന്നത്. അത് ഇപ്പോഴും അങ്ങനൊരു സിസ്റ്റം വന്നപ്പോൾ, ഇങ്ങനൊരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറീനെ തള്ളിക്കളയുമ്പോഴും സ്റ്റിൽ അപ്പർ ക്ലാസ് ഇന്ത്യൻസിനെയാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത്. ആ ഒരു സമയത്തും റൂറൽ മാസസിനെ പിറകോട്ട് നിർത്തുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാമാണ് വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് അവർ പറയുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി അതുപോലെ തന്നെ വുഡ്സ് ഡിസ്പാച്ച് 1854 സ്റ്റിൽ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററിൻ്റെ മൈൽ സ്റ്റോൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ പല എഫക്റ്റുകളും നമുക്ക് ഇന്നും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഈ ടേബിളിൽ കാണാൻ പറ്റുന്ന ഇൻഫർമേഷൻ, വുഡ്സ് ഡിസ്പാച്ചിലെ ഏരിയ ഓഫ് റെക്കമെൻഡേഷൻ എന്തെല്ലാമായിരുന്നു, അതിലെ എന്തെല്ലാം കാര്യങ്ങൾ റിയലായി, എന്തെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി, പാർഷ്യലി ആണോ കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലേ എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, ടീച്ചർ ട്രെയിനിങ്, ഗ്രാൻഡ് ആൻഡ് എയ്ഡ് സിസ്റ്റം, വിമൻസ് എഡ്യൂക്കേഷൻ, പ്രൈമറി ആൻഡ് മാസ് എഡ്യൂക്കേഷൻ, വെർനാക്കുലർ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ ഈക്വാലിറ്റി, അങ്ങനെയുള്ള എല്ലാ ഏരിയാസിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. Significance of Wood's dispatch. It laid the foundation of the modern educational structure. It encouraged public and private partnership in education, recognized the need for trained teachers, widened access to Western education. പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദ എമർജൻസ് ഓഫ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മിഡിൽ ക്ലാസ്, ഓൾസോ ദ സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഐഡിയാസ് പ്രിപ്പയർ ദ ഗ്രൗണ്ട് ഫോർ ഇന്ത്യൻ റീഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് നാഷണലിസം. ഇൻഡിപെൻഡൻസിന് ശേഷം ജവഹർലാൽ നെഹ്റു റിവൈവ് ദ സെയിം വിഷൻ ബട്ട് ഇൻ എ മോഡേൺ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. UGCൻ്റെ ക്രിയേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു കോർഡിനേറ്റ്, ഡിറ്റർമിൻ ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അക്രോസ് ഇന്ത്യ. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി ദ കൈൻഡ് ഓഫ് ബോഡി വുഡ്സ് ഡിസ്പാച്ച് ഹാഡ് എൻവിഷൻഡ് എ സെഞ്ചുറി ഏർലിയർ. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു വുഡ്സ് ഡിസ്പാച്ചും UGCയും തമ്മിലുള്ള ഒരു കണക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും.
അതാണ് രണ്ടാമത് ഇവിടെ കാണുന്ന. വുഡ്സ് ഡിസ്പാച്ച് 1854 ആണ് ആക്ച്വലി ഒരു ഐഡിയ, ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ വേണമെന്നുള്ളൊരു ഐഡിയനെ പ്ലാൻ ചെയ്തതെന്ന് നമുക്ക് പറയാം. 1956 യു ജി സി ആണ് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇന്ത്യയിൽ അതൊരു റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത്.